തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൗൺസിലർമാർക്ക് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് കേരള ഹൈക്കോടതി ഇന്ന് വിധിക്കുമ്പോൾ നമ്മുടെ ജനപ്രതിനിധികൾ സമൂഹത്തോട് കാണിക്കേണ്ട, ഭരണഘടനയോട് കാണിക്കേണ്ട അടിസ്ഥാനപരമായ മൂല്യങ്ങളെ പോലും നിഷേധിക്കുകയോ വെല്ലുവിളിക്കുകയോ ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ സംഭവങ്ങൾ. ഭരണഘടനയിൽ അനുശാസിക്കുന്ന നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലാണെങ്കിലും നിയമനിർമ്മാണ സഭയിലേക്കാണെങ്കിലും നിശ്ചിത രൂപത്തിലുള്ള സത്യപ്രതിജ്ഞാ വാചകം അതുപോലെ ചൊല്ലിക്കൊണ്ടായിരിക്കണം അവർ ജനപ്രതിനിധികളായി അധികാരത്തിൽ വരേണ്ടതെന്ന പ്രാഥമികമായ വിവരത്തെ പോലും അംഗീകരിക്കാത്ത ജനപ്രതിനിധികൾ നമ്മുടെ ജനാധിപത്യത്തിന് അത്ര ഭൂഷണമല്ല. നോക്കൂ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ 20 കൗൺസിലർമാർ അവരുടെ സത്യപ്രതിജ്ഞയിൽ നടത്തിയ വീഴ്ചകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുമ്പോഴാണ് അതിലൊരാൾ കാപ്പ കേസിൽ ജയിലിലടയ്ക്കപ്പെട്ട കൗൺസിലർ ഗുരുനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വേറെ ചില ആളുകൾ ബലിദാനികൾ അമരന്മാർ എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രാദേശിക ദേവിമാരുടെയും ദേവന്മാരുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇങ്ങനെ തികച്ചും സങ്കുചിതമായി ഉത്തരവാദിത്ത ബോധത്തോടെ ചെയ്യേണ്ട ഒരു ചടങ്ങിനെ പോലും അട്ടിമറിക്കുന്ന ഈ രീതി ജനങ്ങളുടെ ഇടയിൽ അനാരോഗ്യകരമായ പല സന്ദേശങ്ങളുമാണ് നൽകുന്നത്. നോക്കൂ, ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായ ഒരു സംഭവം 2003 കൊടുങ്ങല്ലൂർ MLA ആയ ഉമേഷ് സലീൽ ഗുരുദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മുടെ ഹൈക്കോടതി ആ സത്യപ്രതിജ്ഞ അസാധുവാക്കുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ആ MLA എത്തുമ്പോൾ വീണ്ടും ദൈവനാമത്തിൽ ഇല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയിൽ നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് സുപ്രീം കോടതി വിധിച്ച സംഭവം പോലും അംഗീകരിക്കാത്ത നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ കൗൺസിലർമാർ തികച്ചും സങ്കുചിതമായ രാഷ്ട്രീയ ലാഭത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം നിയമലംഘനങ്ങൾ നടത്താൻ സത്യപ്രതിജ്ഞ ചടങ്ങിൽ തന്നെ തീരുമാനിക്കപ്പെടുന്നത്. മറ്റൊരു സംഭവം, ഇതിനു മുമ്പ് ദേവികുളം MLA ആയിരുന്ന ശ്രീ A. രാജ, അദ്ദേഹം തമിഴിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് തയ്യാറാക്കി കൊടുത്ത ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ മൂലം വേണ്ട വിധത്തിലല്ല ആ വാക്കുകൾ ഉരുവിട്ടത് എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് 5 ദിവസത്തിന് ശേഷം വീണ്ടും MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുകയും 5 ദിവസം നിയമസഭയിൽ ഇരുന്നതിന് ഓരോ ദിവസവും 500 രൂപയുടെ പിഴ ഇടണം എന്നുമാണ് അന്നത്തെ സ്പീക്കർ തീരുമാനമെടുത്തത്. ഇവിടെ വരാൻ പോകുന്ന സംഭവം നമുക്കറിയാമല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. ഒരു സ്വതന്ത്ര കൗൺസിലറുടെ പിന്തുണയോടെയായിരുന്നു BJP ഇവിടെ മേയറെയും ഡെപ്യൂട്ടി മേയറെയും തിരഞ്ഞെടുത്തതെങ്കിൽ BJPയുടെ ഒരു വാർഡ് മെമ്പർ ഇപ്പോൾ കാപ്പ കേസിൽ ജയിലിലടയ്ക്കപ്പെട്ട വ്യക്തിയും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുവാൻ നിർബന്ധിതമാവുമ്പോൾ അദ്ദേഹത്തിന് വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, 3ാമത്തെ കൗൺസിൽ വിളിച്ചു കൂട്ടുമ്പോഴും ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് കൗൺസിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൗൺസിൽ സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു വസ്തുത ഒരു വശത്തും, വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിലും അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വരണമെന്നതുകൊണ്ട് തിരുവനന്തപുരത്ത് BJPയുടെ കോർപ്പറേഷനിലെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതിനും അപ്പുറമാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു കോർപ്പറേഷന്റെ മേയറും ഡെപ്യൂട്ടി മേയറുമായി BJPയുടെ നേതാക്കന്മാർ അധികാരത്തിൽ ഏറിയ ആ ഇടത്ത് അവർ ഏകദേശം 6-7 മാസം ഈ സ്ഥാനങ്ങൾ അലങ്കരിച്ചത് ഔദ്യോഗികമല്ല എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ. അവരും വീണ്ടും മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ ആയി തിരഞ്ഞെടുക്കപ്പെടേണ്ടി വരും. ഇത് ഒരു പക്ഷേ കോർപ്പറേഷനിൽ BJPയുടെ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടാക്കും. ചുരുക്കത്തിൽ രാജ്യം മുന്നോട്ട് വെക്കുന്ന, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന വളരെ ഗൗരവതരമായ ചില ചടങ്ങുകളെ പോലും നിഷേധാത്മകമായി ഗൗരവതരമല്ലാതെ സങ്കുചിത താല്പര്യത്തോടെ കൈകാര്യം ചെയ്ത ഈ കൗൺസിലർമാർക്ക് ഹൈക്കോടതി നൽകിയ ഈ ശിക്ഷ അവരുടെ ജനാധിപത്യ ബോധത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമെങ്കിൽ ആ പാർട്ടിക്കും അവർക്കും അത് നന്നായിരിക്കും.